എല്ലാവർക്കും നമസ്കാരം. ഗഡ്വാങ്കൻ എന്നൊരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട് പുരാണത്തിൽ. ഗഡ്വാങ്കൻ വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു. ഒരിക്കൽ ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാർ ഗഡ്വാങ്കൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. അതുപ്രകാരം ഗഡ്വാങ്കൻ ദേവന്മാരുടെ പക്ഷത്ത് ചേരുകയും അസുരന്മാരുമായി അതിഘോരമായ യുദ്ധം നടത്തുകയും ആ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. ദേവന്മാരുടെ വിജയത്തിന് കാരണം ഗഡ്വാങ്കൻ തങ്ങളുടെ പക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്തതുകൊണ്ടാണ് എന്ന് ദേവന്മാർക്ക് അറിയാം. അതുകൊണ്ട് ഗഡ്വാങ്കനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ഗഡ്വാങ്കനോട് പറഞ്ഞു, കുറച്ചു കാലം ഞങ്ങളുടെ ദേവലോകത്ത് വന്ന് ഞങ്ങളുടെ സൽക്കാരം സ്വീകരിച്ച് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ സമയത്ത് ഗഡ്വാങ്കൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. ഇനി തൻ്റെ മുന്നിൽ എത്ര കാലം ബാക്കിയുണ്ട് അതറിയില്ല. നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമാണത്. ദേവേന്ദ്രനോട് പറഞ്ഞു, ഇനി എത്ര കാലം തനിക്ക് ബാക്കിയുണ്ട് എന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ ഉടനെ യമധർമ്മ രാജാവിനെ വിളിച്ച് ഗഡ്വാങ്കൻ്റെ ബാക്കിയുള്ള ജീവിതത്തെക്കുറിച്ച് ആയുസ്സിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ യമധർമ്മ രാജാവ് ദേവേന്ദ്രനോട് പറഞ്ഞത്, ഇനി 2 മുഹൂർത്ത നേരം മാത്രമേ ഇനി ഗഡ്വാങ്കന് ജീവിതമുള്ളൂ എന്നാണ്. ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 2 നാഴികയാണ്. ഒരു നാഴിക 24 മിനിറ്റാണ്. 48 മിനിറ്റാണ് ഒരു മുഹൂർത്ത നേരം. അങ്ങനെ 2 മുഹൂർത്തം മാത്രമേ ഇനി ഗഡ്വാങ്കൻ്റെ മുന്നിൽ ബാക്കിയുള്ളൂ. ഗഡ്വാങ്കൻ ഈ ചുരുങ്ങിയ സമയം ദേവന്മാരുടെ പക്ഷത്ത് ചേർന്ന് അല്ലെങ്കിൽ ദേവലോകത്ത് ചേർന്ന് അവരുടെ ആതിഥ്യം സ്വീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം തൻ്റെ ജീവിത സാക്ഷാത്കാരം നേടാനാണ് ആ സമയം പ്രയോജനപ്പെടുത്തിയത്. തപസ്സിരുന്ന് ഈശ്വര സാക്ഷാത്കാരം നേടി എന്നതാണ് കഥ പറയുന്നത്. ചുരുങ്ങിയ സമയം മതി ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ. പക്ഷെ നമ്മളാരും അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. നമ്മളൊക്കെ എത്ര പ്രായമായാലും അല്ലെങ്കിൽ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചാലും അവനവൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഭാരതത്തിൽ ശരാശരി ആയുസ് 70 വർഷമാണ്. ശരാശരിയാണ്, കൃത്യമല്ല. ഇതിൽ 24 വർഷം നമ്മൾ ഉറങ്ങിത്തീർക്കുന്നു. ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും. ബാക്കി 46 വർഷം യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെലവഴിച്ചിട്ടുണ്ടാവുക? മറ്റുള്ളവരുടെ കുടുംബം കലക്കിയും മറ്റുള്ളവർക്ക് പാര വെച്ചും ദ്രോഹിച്ചും മറ്റുള്ളവരുടെ മനസ്സമാധാനം കെടുത്തിയും മറ്റുള്ളവരുടെ അവസരങ്ങൾ തട്ടിയെടുത്തും പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് അധർമ്മവും പ്രവർത്തിക്കാൻ മനുഷ്യന് മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ അറിയണം, ഇനി എത്ര മുന്നിൽ ബാക്കിയുണ്ടെന്നറിയില്ല. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈശ്വര സാക്ഷാത്കാരമാണ് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എത്രയോ ജന്മങ്ങളിലൂടെയാണ് നമ്മൾ കടന്ന് പോകുന്നത്. ജന്തുവിനാം നരജന്മ ദുർലഭം. ജന്തുക്കൾക്ക് മനുഷ്യജന്മം കിട്ടുക എന്നത് വളരെ ദുർലഭമാണ്. അങ്ങനെ ശ്രേഷ്ഠമായ ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അറിയാതെ, അതിൻ്റെ മഹത്വം അറിയാതെ, ജീവിത ലക്ഷ്യമറിയാതെ, ജീവിത സാക്ഷാത്കാരം എന്തെന്ന് അറിയാതെയാണ് നാം നമ്മുടെ കാലം കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്താണ് ജീവിത ലക്ഷ്യം? ഈശ്വര സാക്ഷാത്കാരമാണ് ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത്. അതിന് ഉപാസന നടത്തുക അല്ലെങ്കിൽ ധ്യാനം ചെയ്യുക, ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുക, ഈശ്വരനിൽ ചെന്ന് ചേരുക, ഇതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.